ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല സീരീസ് ചാനലിൽ മിസ്റ്റർ ഇൻസോംനിയ വെയിറ്റിംഗ് ഫോർ ലവിൻ്റെ 15ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ വന്നിട്ട് പ്രൊഫസർ ലിയെ കാണാൻ പോയേക്കുവാണ്. അപ്പോൾ അവർ വന്നിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഹാപ്പി ആട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിന് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉറക്കം കൂടുതലാവുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിനൊരു സയൻറ്റിഫിക്കലി അത് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇവർ നല്ല കോൾഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വെച്ച് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തെങ്കിലും ഇവർ ഉറങ്ങുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും എന്നുള്ള കാര്യം പ്രൊഫസർ ലീ പറയുകയാണ്. അപ്പോൾ ഞാനും അതാണല്ലോ ആവശ്യം. അവൾക്കാണെങ്കിൽ റിങ് പോലും ഇട്ട് കൊടുക്കാൻ പറ്റില്ലോ. അവൻ ആ സന്തോഷത്തിൽ അവിടെ നിന്ന് വരികയാണ്. എന്നിട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ്റെ പപ്പയും ലൂസിയും. അപ്പോൾ ഞാൻ്റെ പപ്പയെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസമൊക്കെ ആയി കേട്ടോ. അപ്പോൾ അന്ന് വന്നിട്ട് ലൂസി ആണെങ്കിൽ ഇനിയിപ്പോൾ അവൾക്ക് ജോലിയൊന്നുമില്ല. അപ്പോൾ അവൾ ഫുഡൊക്കെ തട്ടിയും ചോദിക്കുന്ന സമയത്ത് ഞാൻ്റെ പപ്പ പറയണം, മോളെ ഇവിടെ ഇരിക്കും, എനിക്കൊരു കാര്യം പറയാനെന്ന് പറയണം. അപ്പോൾ ഇവൾ എന്തോന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ്റെ പപ്പ പറയണം, നീ അന്ന് വന്നില്ലേ ഫസ്റ്റ് ഡേ, അപ്പോഴേ എനിക്കറിയാം നീ ലൂസിയാണെന്നും നിന്നെയാണ് എൻ്റെ മോൻ സ്നേഹിക്കുന്നതെന്നെല്ലാം എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് മാത്രം നിന്നെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലോ. നീ ഒന്ന് എൻ്റെ അടുത്തൊരു കാര്യം പറ, എൻ്റെ മോന് ഭയങ്കര മുൻകോപമാണ്, നിനക്ക് അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ അവൻ്റെ ലൈഫിലേക്ക് വരാൻ പറയണം. അപ്പോൾ ലൂസി ഹാപ്പി, കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ഓൾമോസ്റ്റ് കൺവിൻസ്ഡ് ആയ പോലെ ആയില്ലേ. അപ്പോൾ അവൾ അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് പോവാണ്. ഞാനാണെങ്കിൽ ഓഫീസിൽ ഇരുന്ന് ഭയങ്കര ചിന്ത കേട്ടോ. ലാസ്റ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് വന്നിട്ട് ലൂസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം, അതിന് ഭയങ്കര തണുപ്പുള്ള പോലത്തെ ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ആക്കണം. അപ്പോൾ സ്പെഷ്യലിസ്റ്റിന് തണുപ്പുള്ള പോലെയോ? അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, എത്ര തണുപ്പുണ്ടോ അത്രയും ബെറ്ററാന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ അസിസ്റ്റൻറ്റിനെ അവിടെ നിന്ന് വിടുവാണ്. എന്നിട്ട് ഞാനും വന്ന് ഞാൻ്റെ ഒപ്പയെ കാണാൻ വരുന്ന സമയത്ത് എൻ്റെ ഒപ്പം പറയാണ്, എൻ്റെ ഭാഗത്താ മോനെ തെറ്റ്, ഞാനാണെങ്കിൽ നിൻ്റെ സിറ്റുവേഷനോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ലൂസി എൻ്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മോൻ്റെ അവസ്ഥയെല്ലാം അറിയാം. അവിടെ തന്നെ എൻ്റെ അടുത്ത് ക്ഷമിക്കും മോനെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, പപ്പ എന്തൊക്കെയാണെങ്കിലും പപ്പയുടെ അടുത്ത് ഞാൻ അങ്ങനെയൊന്നും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കരുതായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റു പപ്പാന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യാം. ആ ഒരു സമയത്ത് എൻ്റെ ഒപ്പം പറയാണ്, മോനെ നീ ഒരു കാര്യം ചെയ്യും, ലൂസിയുടെ പപ്പയും അമ്മയില്ലേ അവരുടെ അടുത്ത് നല്ലൊരു ടൈം നോക്കിയിട്ട് നീ അറേഞ്ച് ചെയ്ത് ഞാൻ മീറ്റ് ചെയ്ത് അവരെ സംസാരിച്ചോളാൻ പറയാം. അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര ഹാപ്പി കേട്ടോ. അന്ന് വൈകിട്ട് കാണിക്കുവാണെങ്കിൽ ഞാൻ വിളിച്ച പ്രകാരം ലൂസി ഒന്ന് റെസ്റ്റോറൻറ്റിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ അവളോട് വന്നിരുന്നിട്ട് ഞാനെ കാണാനില്ല കേട്ടോ. ആ ടൈമിൽ ഒരു ടെഡി ബിയർ വന്നിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ടെഡി ബിയർ വേറെ ആരും സ്പെഷ്യൽ അസിസ്റ്റൻറ്റിനെയാണ് ടെഡി ബിയറിൻ്റെ ക്വാളിറ്റി വിട്ടേക്കുന്നത്. അവളാണെങ്കിൽ പുറത്ത് വരുമ്പോൾ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്, അവൾക്ക് സഹിക്കാൻ വയ്യ. എന്നിട്ട് അവൾ ഞാൻ മെല്ലെ നടന്നു വരുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വരും. ഞാൻ വരുന്ന സമയത്ത് ലൈറ്റ്സ് എല്ലാം ഓൺ ആകുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ടെഡി ബിയറിൻ്റെ രൂപത്തിലുള്ള നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റൻ്റാണെങ്കിൽ അവിടെ മഞ്ഞൊക്കെ വീഴുന്ന പോലെ സെറ്റപ്പ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ തൊട്ട് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകത്തില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അവൾക്ക് മോതിരിട്ട് കൊടുത്തിട്ട് അവർ കിസ് ചെയ്യുവാണ്. അങ്ങനെ അവരങ്ങ് സെറ്റാകും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുവാണ് ഇവർ ഫാമിലി മീറ്റിങ്ങിന് പറഞ്ഞ പോലെ തന്നെ ഞാനും അതുപോലെ തന്നെ എൻ്റെ പപ്പ മീൻസ് ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഫാമിലി മീറ്റിംഗ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൂസിയുടെ പാരൻസ് അങ്ങോട്ട് വരും. അപ്പോൾ പാരൻസ് വന്നിട്ട് ഞാൻ്റെ പപ്പ തിരിച്ചു നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും, ലൂസിയുടെ പാരൻസ് ആണെങ്കിലും ശരി ഞാൻ്റെ പപ്പയാണെങ്കിലും ശരി, രണ്ടുപേരും ഭയങ്കര ഷോക്കായി നിൽക്കും കേട്ടോ. അപ്പോഴേ ഞാൻ്റെ പപ്പ പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നുകൂടാന്ന് പറഞ്ഞിട്ട് കയറി ചൂടാവുകയാണ്. എടുത്തോളം ലൂസിയുടെ പാരൻസ് അവളുടെ കൈയും പിടിച്ച് അവളെയും കൊണ്ട് ഇറങ്ങിപ്പോണ്. ഞാനാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിക്കാണ് ഞാനും ലൂസിയും കൂടി നിൽക്കുന്നത്. ഇതേ സമയം കാണിക്കുകയാണ് ഷൂമാൻസിന് ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അയാൾ വന്ന് ഷൂമാൻസിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഷൂമാൻസി പറയും, നീ പറഞ്ഞ പോലെ തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഡിറ്റക്റ്റീവും അതേന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ അങ്ങ് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് മാത്രമല്ല ഇവളെ കയ്യിൽ നല്ലൊരു എമൗണ്ട് പൈസയും വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഈ ഡിറ്റക്റ്റീവ് ഇറങ്ങി പോകുന്ന സമയത്ത് ആരെയും ഒരാളെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ പോലെ എത്തിക്കേണ്ട ആളുടെ കയ്യിൽ എത്തിക്കേണ്ട ഇൻഫർമേഷൻ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇനി കാണിക്കുവാണ് ലൂസി ആണെങ്കിൽ ചോദിക്കുന്നത് കേട്ടോ, ഇറങ്ങി വരുന്ന സമയത്ത് ലൂസിയുടെ പപ്പയുടെ അമ്മയെടുത്തൊന്നും. പക്ഷേ ഒന്നും പറയുന്നൊന്നുമില്ല. മാത്രമല്ല ഈ കാര്യം ആലോചിച്ച് ലൂസിയുടെ പപ്പയ്ക്ക് നെഞ്ചുവേദന തന്നെ തുടങ്ങി. അപ്പോൾ ആ സിറ്റുവേഷൻ ഒരു വേഗം വീട്ടിൽ പോകണമെന്നും പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ഞാനാണെങ്കിൽ പറയുവാണ്, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് വെപ്രാളപ്പെട്ട് പോകുന്ന സമയത്ത് എടുത്തോണെങ്കിൽ ഞാൻ്റെ പറയണം, നിൽക്ക് മോനെ നീ പോകാൻ വരട്ടെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പോകണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നു. നിൻ്റെ അമ്മയെ കൊന്നതും അമ്മ മരിച്ചതിൻ്റെ ഉത്തരവാദിയും ലൂസിയാന്ന് പറയുന്ന സമയത്ത് ഞാൻ ആകെ ഞെട്ടി തിരിച്ച് നിൽക്കുവാണ്. ഇതേ കറക്റ്റ് സമയത്ത് കാണുമെങ്കിൽ ഷുമാൻസ് ആണെങ്കിൽ ആ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് യാൻ്റെ അമ്മ മരിച്ചില്ല, ആ ഒരു ന്യൂസ് പേപ്പറാണ്, വേറെ ഒന്നുമല്ല. യാനെയും അതുപോലെ തന്നെ ലൂസിയെ രക്ഷിക്കുന്ന സമയത്താണ് യാൻ്റെ അമ്മ മരിച്ചേക്കുന്നതെന്ന് പറഞ്ഞുള്ള ഒരു ന്യൂസ് കട്ടിങ് ആണത്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഷുമാൻസ് ഒരുമാതിരി കിളി പോയ പോലെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുവാണ്. പിന്നെ അങ്ങനെ ലൂസിയുടെ പാരൻസും ലൂസിയും വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ലൂസിക്കാണെങ്കിൽ പപ്പയ്ക്ക് നെഞ്ചുവേദന തുടങ്ങിയില്ല. അതിൻ്റെ ടെൻഷൻ പോരാത്തതിന് ഞാൻ്റെ പപ്പ ഇങ്ങനെ ബിഹേവ് ചെയ്ത് ഇവളുടെ പാരൻസ് ഇവരെ കണ്ടപ്പോൾ ഇതിനെ ഷോക്കായി നിന്ന് എല്ലാം കൂടി ലൂസിക്ക് അങ്ങ് ഭ്രാന്ത് പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ലൂസി പറയാണ്, പപ്പ അമ്മ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറ, എനിക്ക് മനസ്സിലാവത്തില്ലോ. അപ്പോൾ പറയാൻ പറയുന്ന സമയത്ത് ഇവർ പറയും, മക്കളെ നിൻ്റെ അടുത്ത് ഇപ്പോൾ പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, പപ്പയ്ക്ക് പൊട്ടും പോയി, പപ്പ ഇച്ചിരി ഓക്കെ ആവട്ടെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് മെല്ലെ എല്ലാ കാര്യം ഞാൻ ഷെയർ ചെയ്തോന്ന് പറഞ്ഞിട്ട് ലൂസി എങ്ങനെയൊക്കെയോ ലൂസിയുടെ പാരൻസ് ആശ്വസിക്കുക. വേറെ ഒന്നുമില്ല, അവൾ അറിയാൻ പാടില്ലാത്ത എന്തോ
ലൂസി ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ അറിയുന്നത്, അവളുടെ പാരൻസ് വരെ വിചാരിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ലൂസിക്കാണെങ്കിൽ ഞാൻ എൻ്റെ സിറ്റുവേഷൻ അറിയത്തില്ല. അപ്പോൾ അവനെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഇവള് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഞാനിത് കാണുന്നുണ്ട് 2-3 വട്ടം വിളിക്കുന്നത്. പക്ഷെ അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വെച്ചാൽ അവൻ്റെ അമ്മ എന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദി അവളാന്ന് പറയുമ്പോൾ അവനെ കൊണ്ട് എങ്ങനെയാണ് അവളൊരു കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു സിറ്റുവേഷൻ എന്തോ ചെയ്യണമെന്ന് അറിയാതെ അവൻ അവിടെ ഇരിക്കുവാണ്. ആ സമയത്ത് കറക്റ്റ് നടന്ന സംഭവം പറയുകയാണ്. ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുക്കുവാണ് ഞാൻ്റെ ഒപ്പം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മ മരിച്ചില്ലേ? അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് വന്ന് സെലക്റ്റീവ് അമ്നേഷ്യ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പേടിച്ച ആ ഒരു സിറ്റുവേഷനെ, ആ ബോട്ട് അപകടത്തിൽ ഇവന് പേടിയായതുകൊണ്ട് ആ ഒരു നടന്ന കാര്യം മാത്രം ഇവൻ മറന്നുപോയി. അതുകൊണ്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അമ്മ ഒരു കാർ ആക്സിഡൻറ്റ് മരിച്ചു പോയെന്നാണ്. അതുകൊണ്ടാണ് ഇവർക്ക് വെള്ളം വരുമ്പോൾ എന്താ പേടി വരുന്നത് ഇതുവരെ ആ ഒരു കാര്യം അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവാഞ്ഞത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനെ പറയുവാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂസി ആണത്രേ നമ്മുടെ യാനെ കൂട്ടി ബോട്ടിങ്ങിന് ഒറ്റയ്ക്ക് പോയത്. ആ ഒരു സമയത്താണ് ഈ അപകടം വന്നത്. അങ്ങനെ ലൂസി കൊണ്ടുപോയത് കൊണ്ടാണ് നിൻ്റെ അമ്മ ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നു, അമ്മയ്ക്ക് അപകടം പറ്റിയതും. ഇതെല്ലാം വന്നിട്ട് അങ്കിൾ ഷെന്നാണ് പറഞ്ഞ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൂസിയുടെ പപ്പയമ്മയും വരുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കും കേട്ടോ. നിങ്ങളുടെ മോള് കാരണം ഇതെന്ന് പറയുന്ന സമയത്ത് ലൂസിയുടെ പപ്പയമ്മയും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വഴക്കുണ്ടാകുന്ന സമയത്ത് പത്രക്കാർ അകത്തേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഇതൊരിക്കലും മോൻ അറിയരുതല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാനതൊരു പ്രശ്നം ആവരുതെന്ന് വെച്ചിട്ടാണ് ന്യൂസ് പേപ്പർക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഇതും വന്ന് മറച്ചു വെച്ചതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാനങ്ങ് വല്ലാതെ തലവേദനിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ ലൂസിയുടെ കൂടെ കളിച്ചതും അവൾ ബോട്ടിൽ കയറുന്ന സമയത്ത് കൈ കാണിച്ചതൊക്കെ അവനിങ്ങനെ ഓർമ്മയിൽ തലവേദനയോട് കൂടി ഓർമ്മ വന്നിട്ട് പോവാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ വന്നിട്ട് അങ്കിൾ ഷെൻ ഇങ്ങനെ കാറി കയറാൻ പോവാ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഞാൻ വന്ന് ബാക്കിൽ നിന്ന് അങ്കിൾ ഷെൻ ഒന്ന് നിന്നേ എന്ന് പറയുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.